95% ട്രേഡേഴ്സും മാർക്കറ്റ് ലോസിലാവുന്ന ഈ ഒരു കാരണം കൊണ്ടാണ്. അതായത് ഏതൊരു പുതിയ ട്രേഡേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ക്വിക്ക് പ്രോഫിറ്റ്സിന് വേണ്ടിയിട്ട് അവർ ഭയങ്കര ഗ്രീഡിയാണ്. ശരിയാണ്, ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പ്രോഫിറ്റ്സ് ആണ് എല്ലാവരും ആദ്യം നോക്കുന്നത്. പക്ഷേ ഈ ക്വിക്ക് പ്രോഫിറ്റ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സെറ്റപ്പ് വരുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ജമ്പ് ചെയ്ത് കയറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പണി കിട്ടും. നമുക്ക് ആദ്യത്തെ പൈസ കിട്ടേണ്ട പരിപാടി എന്തായി? നമുക്ക് അപ്പോൾ തന്നെ ലോസിലായി കിട്ടി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ക്വിക്ക് സെറ്റപ്പുകൾക്ക് വേണ്ടിയിട്ട് എന്തായി? നമ്മൾക്ക് ഇടക്കിടക്ക് സെറ്റപ്പ് വരുന്നുണ്ട് എന്നുള്ളതായി തോന്നും. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? വീണ്ടും നമ്മുടെ പൈസ വീണ്ടും ലോസിലേക്കാണ് പോകുന്നത്. ഇനി നമ്മളുടെ ഒരു പ്രോപ്പർ സെറ്റപ്പിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യാത്തത്, നമുക്ക് എത്ര പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ക്വിക്ക് പ്രോഫിറ്റ്സ് എന്നുള്ള ആശയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് എടുത്ത് ചാടുന്ന തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായി? നമ്മളെ സെറ്റപ്പിന് ഒരു പുല്ല് വില പോലും കൊടുക്കാത്ത സമയങ്ങളുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പ്രോഫിറ്റബിൾ കരിയർ തുടങ്ങിയതിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സെറ്റപ്പ് ഒരു പ്രാവശ്യം കിട്ടാൻ വേണ്ടി നിയർലി 1 വീക്കിൻ്റെ അടുത്ത് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരാഴ്ച എനിക്ക് ട്രേഡ് ചെയ്യാണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും അറിയില്ല എത്ര ട്രേഡേഴ്സ് ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആവും. അതായത് അവരുടെ സെറ്റപ്പിനനുസരിച്ച് മാർക്കറ്റ് വരാത്തതിനെ കൊണ്ട് ബേസിക്കലി ഒരു വീക്ക് പോലെ അവർ ട്രേഡ് ചെയ്യാണ്ട് നിന്നിട്ടുള്ളതാണുള്ളത്. സോ ബേസിക്കലി നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് വെറുതെ ഉണ്ട് എന്നുള്ളതിന് പകരം നിങ്ങളുടെ റൈറ്റ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പഠിക്കുക. എന്നാ ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്നോ അന്ന് നിങ്ങൾ സക്സസ്ഫുൾ ആവും.